താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എസ്വൈഎസ് നടത്തുന്ന സ്വാന്തന വളണ്ടിയർ സേവനം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ആശ്വാസമാവുന്നു. നിത്യവും 1000-ൽ പരം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ 5ഓളം വളണ്ടിയർമാരാണ് എല്ലാ ദിവസവും സൌജന്യ സേവനം നടത്തുന്നത്. ഒ പി, ഫാർമസി, അത്യാഹിതം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും കർമ്മനിരതരാണ് ഈ വളണ്ടിയർമാർ. എസ്വൈഎസ് താമരശ്ശേരി സോൺ കമ്മിറ്റിക്ക് കീഴിലെ സ്വാന്തനം ക്ലബ്ബ് അംഗങ്ങളാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സൌജന്യ സേവനം നടത്തുന്നത്. മലയോര മേഖലയിൽ 1000-ൽ പരം സാധാരണക്കാർ നിത്യേന ചികിത്സ തേടിയെത്തുന്ന ഇവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്വാന്തനം വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ്. 4-ൽ കുറയാത്ത വളണ്ടിയർമാരാണ് ഓരോ ദിവസവും സൌജന്യ സേവനത്തിനായി എത്തുന്നത്. ഇതിനായി 150ഓളം വളണ്ടിയർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ രോഗികൾക്ക് വേണ്ട സേവനങ്ങളും അവർക്ക് വേണ്ട സൌകര്യങ്ങളും അതുപോലെ തന്നെ ഒറ്റയ്ക്കാരും സഹായത്തിനില്ലാത്ത രോഗികൾ വന്നുപെടുമ്പോൾ അവർക്ക് വേണ്ട സൌകര്യങ്ങളും സാന്ത്വനങ്ങളും കൈത്താങ്ങുമായിക്കൊണ്ട് തന്നെയാണ് എസ്വൈഎസിന്റെ വളണ്ടിയർമാർ താമരശ്ശേരി ഈ താലൂക്ക് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 160 വളണ്ടിയർമാരാണ് ഇപ്പോൾ ഇവിടെ കൃത്യമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 4 വളണ്ടിയർമാർ നിന്നുകൊണ്ട് ഇവിടെ കൌണ്ടറിലും അതുപോലെ തന്നെ സെക്ഷൻ ഓരോ കൌണ്ടർ ഡോക്ടർമാരുടെ സെക്ഷനുകളിലുമൊക്കെ വളണ്ടിയർമാരുടെ സേവനം ഇപ്പോൾ ലഭ്യമാക്കി വളരെ ഭംഗിയായിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒ പി വിഭാഗത്തിലെത്തുന്ന രോഗികളെ ടോക്കൺ പ്രകാരം കടത്തിവിടുന്നതും ഫാർമസിക്ക് മുന്നിൽ മരുന്നിന് കാത്തുനിൽക്കുന്നവർക്ക് ടോക്കൺ നൽകുന്നതും ഇവരാണ്. ഇത് ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും ഒരുപോലെ അനുഗ്രഹമാണ്. മരുന്ന് വിതരണം ചെയ്യുന്ന ഈ സ്ഥലത്ത് പ്രത്യേകമായി വളണ്ടിയർമാർ നിന്നുകൊണ്ട് ടോക്കൺ അടിച്ചുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ടോക്കൺ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും കഞ്ഞിയോ ചായയോ മറ്റോ കുടിക്കാൻ പോയി തിരിച്ചു വന്നതിന് ശേഷം മരുന്ന് വാങ്ങിയാൽ മതി. നേരത്തെ ഇവിടെ മരുന്നിന് വലിയ ക്യൂ ഇവിടെ നിത്യ കാഴ്ചയായിരുന്നു. താമരശ്ശേരി ഹോസ്പിറ്റൽ അടക്കം കേരളത്തിലെ 60ഓളം താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പ്രത്യേകമായി വാർഡുകൾ ക്രമീകരിക്കുകയും ഇവിടെ തന്നെ ഒരു വാർഡ് പ്രസവ വാർഡ് കുട്ടികളുടെ വാർഡ് ക്രമീകരിച്ചുകൊണ്ട് ടൈൽസൊക്കെ പതിച്ച് വളരെ ഭംഗിയായ രൂപത്തിൽ വൃത്തിയാക്കുകയും ചെയ്തത്. എസ്വൈഎസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ വിഭാഗത്തിലെ വാർഡ് നവീകരിച്ചു നൽകുകയും ഡയാലിസിസ് സെന്ററിന് 20 ലക്ഷം രൂപ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരം സേവനത്തിനായി 2 വളണ്ടിയർമാരെ എസ്വൈഎസ് നിയമിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള പ്രതിഫലവും എസ്വൈഎസ് ആണ് നൽകുന്നത്. അപകടങ്ങളിൽ പരിക്കേറ്റ് ആശുപത്രിയിലെത്തുന്നവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ആവശ്യമായ പരിചരണം നൽകുന്നതിനും സ്വാതന്ത്ര്യ വളണ്ടിയർമാർ സന്നദ്ധരാണ്. കൂട്ടിരിപ്പിന് ആളില്ലാത്തവർക്കും അവശത അനുഭവിക്കുന്നവർക്കും എന്നും ഇവർ കൂട്ടിനുണ്ടാവും. ടീം വിഷൻ ന്യൂസ്, താമരശ്ശേരി.